എത്രയോ പട്ടിണി പാവങ്ങൾ നാട്ടിലുണ്ട്. അവരുടെ പട്ടിണി മാറ്റാൻ നിങ്ങളുടെ സമ്പത്ത് ഉപകരിക്കുന്നില്ല. എത്രയോ അയൽവാസികൾ വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്, പ്രയാസത്തിലാണ്, നിത്യരോഗികളാണ്. അവരെ ഒന്ന് സന്ദർശിക്കുവാനോ അവരെ മാനസികമായി ഒന്ന് സന്തോഷിപ്പിക്കുവാനോ അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ പരിപൂർണമായി ഒന്ന് ചേർന്നുകൊണ്ട് അവർക്കൊരാശ്വാസത്തിന്റെ വചനം പോലും പറയാൻ ഈ ഉമ്മത്ത് തയ്യാറല്ല. നിങ്ങൾ വലിയ ജോലിയിലാണ്, സമ്പത്ത് എണ്ണി തിട്ടപ്പെടുത്തുന്ന ജോലിയിലാണ്, സമ്പത്ത് കൊണ്ടുപോയി ലോക്കറിൽ വെക്കുന്ന തിരക്കിലാണ്. നാട്ടുകാരെ നോക്കാനില്ല, കൂട്ടുകാരെ ശ്രദ്ധിക്കാനില്ല, വന്ന വഴി മറന്നുകൊണ്ട് ജീവിക്കുന്ന മാനവനാകുകയാണ്. ഹത്താ സുറുത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബർ സന്ദർശിക്കുന്നത് വരെ, നാളെ നിങ്ങൾ ഖബറിലേക്ക് എത്തുന്നത് വരെ, മരിച്ച് മണ്ണോട് ചേരുന്നത് വരെ നിങ്ങൾ ദുനിയാവിൽ തിരക്കിലാണ്. നാളെ ഇഹലോകവാസം വെടിയുന്നത് വരെ, എന്നേക്കുമായി മരണപ്പെടുന്നത് വരെ ഈ ലോകത്ത് നിങ്ങൾ സമ്പത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. പരസ്പരം പോരടിക്കുകയാണ്, വഴക്കടിക്കുകയാണ്, ബന്ധങ്ങളെ ഇല്ലാതാക്കുകയാണ്, പരസ്പരം സഹകരണമില്ലാതായി പോയിരിക്കുകയാണ്. അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിക്കുന്നില്ല, സമുദായ ബന്ധങ്ങളെ ഏകീകരിക്കുന്നില്ല. എല്ലാവരും പരസ്പരം വഴക്കിലാണ്, പ്രയാസത്തിലാണ്. ഗീബത്തും നമീമത്തുമായി നിങ്ങൾ നടക്കുകയാണ്. ഖുർആൻ ഓതാൻ സമയമുണ്ടായിരുന്നു, ദിക്ർ ചൊല്ലാൻ സമയമുണ്ടായിരുന്നു, നിസ്കരിക്കാൻ സമയമുണ്ടായിരുന്നു, നോമ്പുകൾ നോക്കാനുള്ള സമയമുണ്ടായിരുന്നു. പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് മാന്യമായ ജീവിതം നയിക്കാൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ വാദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു, എത്രയോ ഖുർആൻ നിങ്ങൾക്ക് ശ്രവിക്കാമായിരുന്നു. അള്ളാഹുവിന്റെ ദീനനുസരിച്ചു കൊണ്ടുള്ള മാന്യമായ ജീവിതം മുസ്ലിമത്തെ എന്തേ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാതിരുന്നത്, അവറത്ത് മറക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? സിനിമാ പാട്ടിന്റെ മേഖലയിൽ നിലകൊണ്ടവരല്ലേ, കള്ളുകുടിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ, ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടവരല്ലയോ? മാരകമായ MDMA-യും LSD-യും ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് നിരോധിച്ച പുകയിലെ ഉൽപ്പന്നങ്ങൾ പോലും നാക്കിനടിയിൽ വെച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന ചെറുപ്പക്കാരല്ലേ? സ്വന്തം മാതാപിതാക്കളെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അന്യരാകുന്ന ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പിന്നാമ്പുറങ്ങൾ കയറിക്കൊണ്ട് അവരുമായി കറങ്ങി നടന്നതാകുന്ന യുവതികളല്ലേ? മാതാപിതാക്കൾക്ക് വേദന കൊടുത്തതായ യുവാക്കളല്ലേ? അൽഹാഖുമുത്തകാസുർ, നിങ്ങൾക്ക് ഈ അധികരിച്ച ജോലി തിരക്കുകൾ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് ഹത്താ സുറുത്തുമുൽ മഖാബിർ, നിങ്ങൾ മരിച്ച് മണ്ണോടടിയുന്നത് വരെയാ, മരണം വരെയും ഈ തിരക്കാണ്. മരിക്കുന്നത് വരെ ഈ തിരക്കാണ്. ഈ തിരക്ക് നിങ്ങൾ അവസാനിപ്പിക്കുക. ഈ സമ്പത്ത് എണ്ണിത്തിട്ടപ്പെട്ടതിലും, ഈ വലിയ ആഭിജാത്യം പറയലും, ഈ വലിയതാകുന്ന മഹിമ പറയലും, ആൾബലം പറയലും, ഞങ്ങൾ വലിയ സംഭവമാണ്, ഞങ്ങൾ വലിയ കുടുംബമാണ്, കാസർഗോഡ് അറിയപ്പെട്ട ആളാണ്, ഞങ്ങൾ വലിയതാകുന്ന നാട്ടുകാരാണ്, ഞാൻ വലിയ അറിവുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഗരിമ നടിക്കലുമൊക്കെ ഹത്താ സുറുത്തുമുൽ മഖാബിർ, മരിക്കുന്നത് വരെയുള്ളൂ. ഖബറോടുകൂടി ഇതൊക്കെ തീരും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹത്താ സുറുത്തുമുൽ മഖാബിർ, ഈ ഓട്ടോ ഈ ചാട്ടോ ഒക്കെ എവിടം വരെയുള്ളൂ? മരിക്കുന്നത് വരെയുള്ളൂ. മരിക്കാൻ ഇതോടുകൂടി എല്ലാം തീരും. ഖബറോടുകൂടി ഇതൊക്കെ പരിപാടി കഴിഞ്ഞു. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കാമി പറയാം, അല്ലാഹു നല്ല മരണം സാധ്യമാക്കട്ടെ. ദുനിയാവിലെ ആഖിറത്തുൽ അല്ലാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. പ്രായമേറെയുള്ള ആളുകളാണ്. അൽ ബറക്കത്തു മഅൽ അകാബിർ, നിങ്ങളിൽ പ്രായമുള്ളവരിലാണ് ബറക്കത്തെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാ, നമ്മുടെ ഈ മഹല്ലത്തിൽ ധാരാളം ആളുകൾ പ്രായമുള്ളവരെ കാണുന്നത്. അൽ ബറക്കത്തു മഅൽ അകാബിർ, പ്രായമുള്ളവരിലാണ് ബറക്കത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ ഭക്ഷണം അവർക്ക് മുന്നിൽ കൈവെക്കൂല. അവരാദ്യം കൈവച്ചതിന് ശേഷം അല്ലാതെ. അത്ര ശ്രദ്ധിച്ചിരുന്നു. ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിക്കണം, മുതിർന്നവരെ എത്ര ബഹുമാനിക്കണം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ അത്രയേറെ ശക്തമായി പറഞ്ഞിട്ടുള്ളത്, ലൈസ മിന്നാ, നമ്മളിൽ പെട്ടവനല്ല, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ, മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മല്ലം യുവഖിർ കബീറന, ആരെങ്കിലും വലിയവരോട് ആദരവും ബഹുമാനവും വെച്ച് പുലർത്തിയിട്ടില്ല എങ്കിൽ,
വലം യർഹം സഗീറന, ചെറിയ കുട്ടികളോട് കരുണ ചെയ്താത്തവൻ ഫലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, മുതിർന്നവരെപ്പോഴും നമ്മൾ ബഹുമാനിക്കണം. അൽഹംദുലില്ലാഹ് നമ്മുടെ ഉസ്താദുമാർ, പ്രായമുള്ള ആളുകൾ ധാരാളം ഈ മജ്‌ലിസിലുണ്ട്, ഈ സദസ്സിലുണ്ട് ഒരുപാട് പ്രായമേറെയുള്ള ആളുകൾ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉറക്കാമീൻ പറയിൻ. അള്ളാഹു ദീർഘായുസ് നസീബാക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നസീബാക്കുമാറാവട്ടെ. സഹോദരങ്ങളെയൊക്കെ ദുന്യാവാണ്, നശ്വരമാണ്. ഇവിടെ നമ്മളൊക്കെ യാത്ര തിരിക്കേണ്ടവരാണ്. ഇവിടെ നമ്മൾ വഴക്കും പ്രശ്നങ്ങളുണ്ടാക്കി പ്രയാസങ്ങളുണ്ടാക്കി കൊണ്ട് പോരടിച്ച് കഴിയേണ്ടവരല്ല. കാരണം ഇതൊന്നും ശാശ്വതമല്ല, മനസ്സിലാക്കുക. ഇവിടെ ശാശ്വതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചില ആളുകൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും അടിയും പിടിയും ഇഷ്ടപ്പെടുന്നത്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ഐക്യത്തിന് ശ്രമിക്കാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മഹല്ലത്തുകളിൽ ഭിന്നത ഉണ്ടാക്കുക, സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക, കുടുംബങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക, സഹോദരിമാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കാൻ പരിശ്രമിക്കുക. അതിന് പറ്റുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, വിളിച്ചു പറയുക, ഇതൊക്കെ ഈ സമുദായത്തിൽ നടക്കുന്ന സംഗതികളാണ്. അതൊന്നും ഗുണമുള്ളതല്ല എന്ന് തിരിച്ചറിയും. കാരണം ഇതൊക്കെ ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആരാ? ഈ ദുനിയാവിൽ ശാശ്വതത്വമുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. ദുനിയാവൊക്കെ കഴിയും, കണ്ണടച്ചാൽ തീരുന്നതേ ഉള്ളൂ ലോകം. ആഖിറമാണ് ലോകം, പരലോകം. അവിടെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നന്നാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ നന്മ ചെയ്യണം, ഇവിടെ നിസ്കരിക്കണം, ഇവിടെ ഖുർആൻ ഓതണം, ഇവിടെ ദിക്ർ ചെല്ലണം, ഇവിടെ സ്വലാത്ത് ചെല്ലണം, ഇവിടെ കള്ളു കുടിക്കരുത്, ഇവിടെ വ്യഭിചരിക്കരുത്. കാസർഗോഡ് ഈ അടുത്ത് നടന്ന കേസുകളൊക്കെ നമുക്കറിയാം. ചെറിയ കുട്ടികൾ 8ാം ക്ലാസ് മുതൽ ഉള്ള ചെറിയ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും +2 തരം വരെ എത്തിയിരിക്കുന്ന മക്കളൊക്കെ ലഹരിക്കടിമപ്പെട്ട മക്കളായി മാറുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചതാണ് ഈ സിഗരറ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് സിഗരറ്റ്. ഇന്ന് ചെറിയ കുട്ടികളുടെ കൈവശമുണ്ട്, നമ്മുടെ മക്കളുടെ കൈവശം. എവിടുന്ന് ഇത് ആര് കൊണ്ടുവന്ന് കൊടുത്തു? ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന ഈ സിഗരറ്റ്, ഈ ഇലക്ട്രിക് സിഗരറ്റ് പോലും നമ്മുടെ കുട്ടികളുടെ കൈവശം ആര് കൊണ്ടുവന്ന് കൊടുത്തു? 8ാം ക്ലാസ്സിലും 10ലും 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്നതാകുന്ന ആൺകുട്ടികളുടെ കൈവശം ഇതിരിക്കുകയാണ്. ആരാണിത് കൈമാറ്റം ചെയ്തത്? ആരാണിത് കൊടുത്തത്? പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടലാണ്. അതൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതും ഈ സമുദായത്തിന്റെ മക്കൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കൂട്ടുകെട്ടുകൾ അത്തരത്തിലായി മാറിയിരിക്കുന്നു. ലഹരി മുക്തമാകുന്ന കേരളമാകണം എന്ന ആശയത്തിൽ രാഷ്ട്രീയ പ്രമുഖർ പോലും നിലകൊള്ളുന്നു. പക്ഷെ എവിടെ ലഹരി മുക്തം? ഓരോ മണിക്കൂറുകൾ ഇടവിട്ടുള്ളതാകുന്ന സ്ഥലങ്ങളിൽ ബീവറേജുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. സ്കൂളിന്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ കച്ചവടങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. രഹസ്യമായി അശ്ലീല പുസ്തകങ്ങളും അശ്ലീലമാക്കപ്പെട്ട വീഡിയോകളും പല ഗ്രൂപ്പുകളും സജീവമായി കൊണ്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ മുഴുവനും അശ്ലീലത നിറഞ്ഞ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എട്ടുംപൊട്ടും തിരിയാത്ത ചെറിയ കുട്ടികളുടെ കൈവശം ലഹരിയുടെ ഉൽപ്പന്നങ്ങൾ, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ നാക്കിനടിയിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമുദായം. ചെറിയ സ്റ്റാമ്പ് രൂപത്തിലുള്ളതാകുന്ന MDMA പോലെയുള്ളതാകുന്ന സാധനം നാക്കിനടിയിൽ വെച്ച് നിലകൊണ്ടാൽ 16 മണിക്കൂറാണ് ആ ലഹരിയുടെ എഫക്റ്റ് നിൽക്കുക. എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും? എങ്ങനെ നമ്മുടെ മക്കൾ ശരിയാകും? ആലോചിച്ച് നോക്ക്. പുതിയ തലമുറ എവിടെയാണ്? പാപ്പായി ഉമ്മായി ഒന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു വ്ളോഗർ, ഒരു പെണ്ണ് പരസ്യമായിട്ട് ഒരു മുസ്ലിം ഉമ്മയെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് മുഖമക്കനെയൊക്കെ ഇട്ട പർദ്ദയിട്ടതാകുന്ന ഒരു ഉമ്മ കണ്ണീരോടുകൂടി ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവർ ലോകത്തോട് വിവരിക്കാൻ, എൻ്റെ മകന്റെ അവസ്ഥ ലോകം അറിയണം. 21 വയസ്സുള്ളതാകുന്ന തൻ്റെ മകന്റെ ചെയ്തി അവർ വിളിച്ചു പറയാൻ. വർഷങ്ങൾ മുമ്പായിട്ട് തുടങ്ങിയതാകുന്ന ദുശീലം മാറ്റാൻ വേണ്ടി ഉമ്മ പരിശോധിച്ചു. ആ കവർ പരിശോധിക്കുമ്പോൾ അതിൽ ലൈറ്ററുണ്ട്, സിഗരറ്റ് കത്തിക്കുന്ന ലൈറ്ററുണ്ട്, നല്ല നല്ല ചെറിയ അത്തറിന്റെ ചെറിയ കുപ്പികളുണ്ട്. അഥവാ ലഹരി ഉപയോഗിച്ചിട്ട് അതിന്റെ മണമൊന്നും സ്മെല്ലൊന്നും ഉമ്മയിലേക്ക് എത്താതിരിക്കാൻ പിതാവില്ലാത്തതാകുന്ന ആ ചെറുപ്പക്കാരൻ, 21 വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാരൻ അത്തറ് തേച്ചിട്ട് ഉമ്മയുടെ ചാരത്ത് ചെല്ലും. രാത്രിയിൽ വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത്. ആ ഉമ്മ പറയാൻ, പലപ്പോഴും വൈകി വരികയാണ്.
എന്നിട്ട് ആ ഉമ്മ പറയുന്നു, ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മക്കളിലും എന്നെ കേൾക്കുന്നതാകുന്ന മുസ്ലിം സമുദായത്തിലെ കുടുംബങ്ങളിലും ഉണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞവർ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ. മുഖം മറച്ച് ബുർഖ ധരിച്ച ഒരു ഉമ്മ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ കുറിച്ച് പറയാൻ. മകൻ ലഹരിക്കടിമപ്പെട്ടിരുന്നു. ലഹരിക്കടിമപ്പെട്ടു എന്ന് മാത്രമല്ല, മാരകമാകുന്ന MDMA LSD അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉമ്മയാണ് എന്നുള്ള തിരിച്ചറിവ് പോലുമില്ലാതെ എന്നെ കയറി പിടിക്കാൻ പോലും ഒരു വേള അവൻ മുതിർന്നു. അതാണ് ഉമ്മ പറയുന്നത്. ആലോചിച്ച് നോക്ക്, നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം ലഹരി അങ്ങനെയാണല്ലോ. ഒരു മാതാവ് ലോകത്തോട് പരസ്യമായിട്ട് പറയാണ്, എന്റെ മകൻ 21 വയസ്സുള്ളതാകുന്ന പൊന്നുമോൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എന്നോട് മോശമായ രീതിയിൽ ശൈലിയിൽ അവലംബിച്ചപ്പോഴാണ് എന്റെ മകൻ ഇത്രയേറെ അപകടത്തിലാണ്, ഇനി ഇവനുമായി ഒരുമിച്ച് ജീവിച്ചാൽ ഞാൻ അപകടമാണെന്ന് മനസ്സിലാക്കി അവനോട് കയറി കയർത്തു. ദേഷ്യപ്പെട്ടു. രാത്രി വളരെ വൈകി വരുന്നവൻ ഭക്ഷണം കഴിക്കാതെ പലപ്പോഴും റൂമിനുള്ളിലേക്ക് കയറും. ഒന്നും വേണ്ട എന്ന് പറയും. ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുള്ള ഏതാ സാധനം അടിച്ചിരിക്കുകയാണ്, അതാണ് കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് റൂമിനുള്ളിൽ കയറിയിരിക്കാൻ. മക്കൾക്ക് എല്ലാവിധ സൗകര്യം വാപ്പ ചെയ്തു കൊടുത്തിരിക്കുന്ന കാലഘട്ടമാണല്ലോ. ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് സൗകര്യമുണ്ട്, വീട്ടിൽ വൈഫൈ കണക്ട് ചെയ്തിരിക്കുകയാണ്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ കൊടുത്തിരിക്കുന്ന സംവിധാനമാണ്. പക്ഷെ മക്കൾ ഇതിനകത്ത് രാത്രിയിൽ WWE അടിച്ച് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് സുബൈ വരെ. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അടിച്ചിട്ട് പകല് മുഴുവൻ ഉറക്കം. സംസാരിക്കുമ്പോഴൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. വാപ്പയും ഉമ്മയും പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ ഗൗരവത്തോടുകൂടി കേൾക്കുന്നില്ല. എല്ലാത്തിനും ഒരു മൗനം. ശരീരമാസകരം ക്ഷീണിക്കുന്നു. മുമ്പ് നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നവൻ ഇപ്പൊ എല്ലും തോലുവാൻ. മക്കളൊക്കെ എല്ലും തോലും ആകുമ്പോൾ നിങ്ങൾ പറയും, ഇപ്പൊ ഡയറ്റാ ഉസ്താദേ, എന്റെ മോൻ അധികം കഴിക്കില്ല എന്ന് പറയും. ഡയറ്റല്ല, അത് ഈ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടല്ല, മറ്റേ സാധനം അടിച്ചിട്ട് ആ കോലത്തിലേക്ക് എത്തിയതിരിക്കുകയാണ്. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. അവസാനം ഇവൻ എന്നെ കയറി പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇവനുമായി കയർത്തപ്പോൾ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ഈ കിറ്റുമായി നേരെ വന്ന് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു, എൻ്റെ മകൻ ഇന്ന സംഭവങ്ങൾക്ക് അടിമയാണ്, ഇന്ന സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇപ്പോൾ പോലീസുകാരുടെ നിരീക്ഷണത്തിലാണ് മകൻ എന്ന് ഒരു ഉമ്മ, മലപ്പുറം ജില്ലയിലെ ഒരു ഉമ്മ പരസ്യമായി പറഞ്ഞത് ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ മുഴുവനും വൈറലായിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കണ്ടു കാണും. എവിടെയാണ് ലോകം എത്തിയിരിക്കുന്നത് ചിന്തിക്കുക. നമ്മളവർക്കും മലപ്പുറത്തല്ലേ, എന്തെങ്കിലും ഒരു കഥ പറയുമ്പോൾ അങ്ങനെ അമേരിക്കയിലല്ലേ, നമ്മുടെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ കഥ ഞാൻ മലപ്പുറത്ത് പോയി പറയും. അങ്ങനെയാണ് എൻ്റെ രീതി. കാരണം ഇവിടെ പറയണ്ട, ഇവിടുന്ന് എനിക്ക് തിരിച്ചു പോകണമല്ലോ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇവിടെ നടക്കുന്ന സംഭവമൊക്കെ എനിക്കറിയാം. ഇവിടുത്തെ ഒരു കഥ ഞാൻ ഇപ്പൊ പറഞ്ഞു, ഈ സിഗരറ്റിന്റെ കഥ ഞാൻ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞല്ല, പോലീസ് ഉദ്യോഗസ്ഥരുടേതാകുന്ന വാമൊഴി തന്നെയുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന ഇലക്ട്രിക് സിഗരറ്റ് പോലും നമ്മുടെ കൊച്ചു കുട്ടികളുടെ കൈവശം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അത്രയേറെ അപകടത്തിലേക്ക് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കാൻ. ആരാണ് ഇവരെ ഇത്രത്തോളം വഷളാക്കുന്നത്? ആരാണ് ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ കൈമാറുന്നത്? ഇതിന്റെ പിന്നിൽ ഒരു വലിയതാകുന്ന വ്യക്തികൾ തന്നെയുണ്ട്. വലിയൊരു സംഘം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെ തകർക്കാൻ, കാണാൻ കൊള്ളാവുന്ന നല്ല പെൺപിള്ളേർ, കാസർഗോഡുള്ള നമ്മുടെ കുട്ടികൾ, ചെറുക്കുള്ള കുട്ടികൾ, ആൺകുട്ടികൾ, ഇവരെയൊക്കെ നശിപ്പിക്കാൻ, ലഹരിയിലൂടെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ. ലഹരി കൊടുത്താൽ പിന്നെ എന്തിനും വശംവദരാകും. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, മുഖമക്കനെ ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പൊന്നുമോള് സ്കൂളിലേക്ക് പോകുന്നതാകുന്ന വഴിയിൽ ആ മുഖമക്കനെയും ഇട്ടിരിക്കുന്നതാകുന്ന വസ്ത്രവുമൊക്കെ ഊരിയിട്ട് ബാഗിനുള്ളിൽ വെച്ച് കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറിക്കൊണ്ട് കാസർഗോഡ് ടൗണിൽ പോയി പല തിയേറ്ററിലും പോയിരുന്നു കൊണ്ട് സിനിമ കാണുക. തിരിച്ചിറങ്ങി വരികയാണ്, പരസ്പരം ചുംബന സമരം തീർത്ത് നല്ല റാഹത്തായി കൊടുക്കുന്നതാകുന്ന ലഹരി മരുന്ന് അല്പം ഡോസ് കൂടി പോയാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, പല ബന്ധങ്ങളും അതിലൂടെ ഉണ്ടായിത്തീരും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇതൊക്കെ ഈ സമുദായത്തിലെ ആളുകൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ മക്കൾ വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരും, അടുത്ത തലമുറ നാശത്തിലേക്കാവും. അതുകൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നത് മക്കൾക്ക് അറിവും വിവേകവും ഉണ്ടായിത്തീരാനായിരിക്കണം. അറിവ് വേണം, അതോടൊപ്പം വിവേകം വേണം. പണ്ട് കാലത്ത് ഈ വിവേകമുണ്ട്. ഒരാൾ ഒരു ലഹരിയുമായിട്ട് വന്നാൽ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് മാറി ചിന്തിക്കുന്ന ഒരു തലമുറ പണ്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇത് വാങ്ങിച്ചു തിന്നിട്ട് ശരീരം കൂടി അവന് സമർപ്പിക്കാൻ തയ്യാറാകുന്ന തലത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ ഇത്ര വിവരദോഷികളായി മാറിയിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻമാത മുദ്മിനൻ ബിൽ ഖംരി യമൂതു കാബിദില്ലാത വൽ ഉസാ. ലഹരി നുണയുന്നവരെ, ലഹരിയുമായി ബന്ധപ്പെട്ട് ജീവിതം നിലകൊള്ളുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബാ, ആരൊരു ഈ ദുനിയാവിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം ഹോമിക്കുന്നവോ യമൂതു കഅബിദിൽ ലാത വൽ ഉസാ. മക്കയിലെ മുശ്രിക്കീങ്ങളെ ചത്തൊടുങ്ങിയതുപോലെ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അറഅയ്ത മുദ്മിനൻ ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. നബിയേ നബിയേ, തങ്ങൾ പറഞ്ഞ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളു കുടിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്നവനെ കുറിച്ചല്ലയോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഒരു ക്രിസ്മസിന്റെ രാവിലോ ഒരു ന്യൂ ഇയറിന്റെ സുദിനത്തിലോ ഒരു ഓണത്തിന്റെ ദിവസത്തിലോ അവന്റെ വാപ്പ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാകുന്ന ഏതെങ്കിലും ഒരു ചടങ്ങുകളിലോ ഏതെങ്കിലും ഒരു ആഘോഷത്തിന്റെ സുദിനങ്ങളിലോ ഒരൽപ്പം ലഹരി നുണഞ്ഞു പോയാൽ കാഫിറായിട്ട് ചത്തുപോകുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ആദരവായ പ്രവാചകന് പറയുകയാണ്, സഹാബാ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു കവിളിത്തടം കുടിച്ചാൽ പോലും, ഒരു ഇഞ്ചക്ഷൻ നിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ പോലും ലഹരി ശരീരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? തൗബ ചെയ്യാതെയാണ് മരിക്കുന്നത് എങ്കിൽ കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. കാസർഗോഡ് ജില്ലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, പുത്തപ്പാലത്തുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. അവിശ്വാസിയായി കാഫിറായിട്ടാണ് എന്നെ സമുദായത്തിൽ നിന്ന് ലഹരി നുണഞ്ഞുകൊണ്ട് മരിക്കുന്നവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ ശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ലഹരി നുണയുന്നവരെ, നിന്റെ ശരീരത്തിലേക്ക് ലഹരി നീ ഇഞ്ചക്ട് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ തലവഴി ഈമാൻ ഊരപ്പെടുകയാണ്. ഏതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ഇട്ടിരിക്കുന്ന നീളക്കുപ്പായം ഊരി കാണിച്ചിട്ട് പറയുകയാണ്, ഹക്കദാ, ഇപ്രകാരം തലവടി അവന്റെ ഈമാൻ ഊരപ്പെട്ടു പോകുമേ, അവന്റെ വിശ്വാസം പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഈമാൻ പോകുന്നർത്ഥം ചെറിയ കാര്യമല്ല ഈ പറഞ്ഞത്. ഇത് പഴയ കാലഘട്ടത്തിൽ ഭയപ്പെട്ടിരുന്നു. ഒരു സിഗരറ്റിന്റെ ഒരു ബഫ് എടുക്കാൻ പോലും പഴയ കാലഘട്ടത്തിൽ ആളുകൾ ഭയപ്പെട്ടിരുന്നു. അതൊന്നുമില്ല, ഒരു ബഫിങ് അരിക്കായിരുന്നു കാര്യമായിട്ട്, അലയിലോട്ട് വലിച്ചു കയറ്റുക. അല്ലാഹു മലക്കാക്കട്ടെ. പിന്നെ എങ്ങനെ ശരിയാവും? ഈ വായ്നാറ്റമായിട്ട് റബ്ബിന്റെ മുന്നിൽ വന്ന് നിസ്കരിച്ചാൽ തന്നെ നിസ്കാരം ശരിയാവോ? എടാ, അള്ളാഹുവിന്റെ മുന്നിലല്ലേ നിൽക്കുന്നത്. നിന്റെ ഭാര്യ പോലും ചുംബന സമരം, വരണ്ട ഉമ്മ, വരണ്ട കാക്കാടെ ഉമ്മ വേണ്ടെന്നാ പറയുന്നത്. അവർ മുഖം ഇങ്ങനെ അങ്ങോട്ട് വെട്ടിച്ച് കളയാ. നീ ഓർക്ക് നിന്നോട് ഇഷ്ടമില്ല, ഇഷ്ടമില്ലാത്തതല്ല, ഞാൻ ദുർഗന്ധം കൊണ്ട് ഹരാക്ക് മനുഷ്യനെ നിൽക്കാൻ വയ്യ. സംഭവം എന്താണ്? അത്ര വായ്നാറ്റാണ്. പിന്നെ റബ്ബിന്റെ മുന്നിൽ നിന്നാൽ മലായിക്കത്തുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ നിന്നെ സ്വീകരിക്കോ? പള്ളിയിൽ വന്നിട്ട് ബാത്റൂമിൽ കയറിയിരിക്കുക, എത്തിക്കാൻ ഫൈനകത്ത് 3 കുറ്റി വരിക്കുക, അരിച്ച് കയറ്റി വിടുക. ആചാര്യ അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് അറിയാം, കാരണം ആ പുക വരുന്നുണ്ട്, റൗണ്ടിലൊരു പുക അതിനകത്തൂടെ. വല്ല നമ്മുടെ ആചാര്യ കയറിയിരിക്കുന്നു, ആചാര്യ കയറിയിരിപ്പുണ്ട്. അല്ലാഹു നമ്മളക്കാക്കുമാറാവട്ടെ. സിഗരറ്റ് വലിച്ച് അതിനകത്തിരുന്നിട്ട് വലിച്ച് ഊതി വിടുക. ഇനി എങ്ങനെ റെഡിയാവും? ചിലക്കുള്ളതാ, പള്ളിയുടെ ബാത്റൂം കാണുമ്പോൾ ഒന്ന് വലിക്കണം, അതിനകത്ത് മുഴുവൻ വീടിക്കുറ്റി. എവിടുന്ന് വരുന്നു ഇത്രയും വീടിക്കുറ്റി? അതിനകത്ത് വീടിക്കുറ്റി കൊണ്ടിട്ടാൽ പ്രത്യേകം പറക്കത്തുണ്ടോ? എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിക്കാം. പള്ളിയിലെ ബാത്റൂമുകളിലൊക്കെ വീടിക്കുറ്റി കൂടുതൽ വരുന്ന വലിയ കത്തിച്ച് വലിക്കുക. ഒരാളിങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അടുത്തവന് കയറാൻ വരാം, അല്ലേ തന്നെ അതിനകത്തോട്ട് കയറാൻ വരാം. മഞ്ഞ നിറമാണ് മൊത്തത്തിൽ, ബാറ്ററി വെള്ളമായിട്ട് വേണം കയറാൻ മൊത്തം കഴുകാനായിട്ട്. ചില പള്ളിയിലെ ബാത്റൂമിൽ കയറിയാൽ കയ്യിലൊരു കയറും കൂടെ വേണം, കയറാൻ പിടിച്ചു ഇങ്ങനെ നിൽക്കണം, കെട്ടി വലിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം, കാരണം കൊളുത്തൊന്നുമില്ല.
സാക്ഷികൾ വേണ്ടേ? ഒന്നുമില്ല. കയറ് കെട്ടിയിട്ട് കഴുത്തെ കെട്ടിയിട്ടേക്കുക. ആരെങ്കിലും വന്ന് തുറന്നാൽ കഴുത്തും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ തള്ളുക, അതിനകത്തിരുന്നത് തന്നെ പരിപാടി. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ട്. ബാങ്ക് കൊടുത്തിട്ട് എന്നാൽ ഒതു കൊടുത്ത് പള്ളിക്കകത്ത് കയറൂല. ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഉണ്ട് നേരെ ബാത്റൂമിലോട്ട് കയറുക, അതിനകത്ത് കയറിയിരിക്കും. എന്നിട്ട് അവസാനത്തെ തഹിയ്യാത്തിൽ ഇമാം ഇരിക്കുമ്പോൾ ഒന്ന് ജമാഅത്തിൽ കൂടും. ഭയങ്കര നിസ്കാരക്കാരനായിട്ട് കാണിക്കുക. ഇതൊക്കെയല്ലേ നമ്മുടെ കൗമ് കാണിച്ചു കൂട്ടുന്നത്. അവ്വൽ വക്കത്തിൽ കയറി 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാനോ ആ വക്കത്തിന്റെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാനോ എന്റെ ഉമ്മത്ത് തയ്യാറാകുന്നില്ല. പള്ളിയുടെ പരിസരങ്ങളിൽ തന്നെ വീട് വെച്ച് താമസിക്കാൻ, എന്നിട്ട് നിസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തിനില്ല, സുബഹി നമസ്കാരത്തിനില്ല. സുബഹി നമസ്കാരത്തിൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുന്നേൽക്കാനുള്ള അവസരം നൽകുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പരീക്ഷണം നൽകുകയാണ്. നിനക്ക് അള്ളാഹുവിന്റെ സംതൃപ്തിയില്ല, റബ്ബിന്റെ പൊരുത്തമില്ല. അങ്ങനത്തെ അടിമയാണ് നീ. റബ്ബിന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ സുബഹി നിസ്കരിക്കാൻ പറ്റും അവ്വൽ വഖത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സുബഹിക്ക് നിന്നെ ഉറക്കിക്കളയുന്നുണ്ടെങ്കിൽ നീ മനസ്സിലായിക്കോ, നീ ഏകദേശം തീരുമാനമായി. ഇതെന്ത് കാണിച്ചിട്ടും കാര്യമില്ല. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരവൻ സുബഹി നമസ്കരിച്ചു അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ്, അല്ലാഹു എന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. റബ്ബിന്റെ പൊരുത്തവനുണ്ടാകും. റബ്ബാണ് അവന്റെ കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുക്കുന്നത്. സുബഹി നിസ്കരിക്കാൻ തയ്യാറാകണം. അവ്വൽ വഖത്തിൽ നിസ്കരിക്കണം. പള്ളിയിലേക്ക് ജമാഅത്തിന് പോകണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരങ്ങൾ വസിക്കുന്ന മുസ്ലിമേ, പള്ളിയുടെ പരിസരങ്ങൾ വസിക്കുന്നതായ വിശ്വാസികളെ, നിങ്ങൾക്ക് നമസ്കാര പള്ളിയിലല്ലാതില്ല. പള്ളിയിലാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. പള്ളിയുടെ പരിസരത്ത് വീട് വെച്ചിരിക്കുക, പള്ളിയിൽ ആചാര്യ നിസ്കരിക്കാൻ വരൂല. 5 വഖത്ത് ജമാഅത്ത് പള്ളിയിൽ നിസ്കരിക്കണം. സ്വഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ കാലയളവിൽ ജമാഅത്തിനെ തൊട്ട് പിന്തുന്നവൻ, നിസ്കരിക്കാത്തവരില്ല, പള്ളിയിൽ തന്നെ വരും, പക്ഷെ ജമാഅത്തിനെ തൊട്ട് പിന്തുന്ന ആളുകളെ ഇല്ലാവ മഅലൂമുൻ നിഫാഖ്, ഞങ്ങൾ പ്രത്യേകം പറയും അവൻ മുനാഫിഖാണെന്ന് ഞങ്ങൾ അടയാളപ്പെടുത്തുമായിരുന്നു എന്ന്. അല്ലാഹു മലക്കാക്കട്ടെ. അവ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ വരാത്തവനെ മുനാഫിഖ് എന്ന് തന്നെ സ്വഹാബത്ത് കണ്ടിരുന്നു. പിന്തി വന്നവനെ തന്നെ കാണുക. അപ്പൊ തീരെ നിസ്കരിക്കാൻ വരാത്തവൻ എന്ത് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നല്ലോ, മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ളതാകുന്ന അടയാളം, ഐഡന്റിറ്റി എന്താ? അസ്വലാ, നിസ്കാരം. മുഅ്മിനാണോ അവിശ്വാസിയാണോ കാഫിറാണോ എന്ന് തിരിച്ചറിയാൻ 5 വഖത്ത് നിസ്കാരം കൊണ്ടേ അറിയുള്ളൂ. ഇത് പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കണ്ടേ? ചെറുപ്പക്കാർ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? നമ്മളാകെ മക്കളോട് പറയുന്നത് എപ്പോഴാണ് നിസ്കരിക്കാൻ പള്ളിയിൽ പോവാ? റമദാൻ 17 രാവിനും പറയും, 27 പറയും. കാരണം 2 ദിവസം പൊതി കിട്ടും. പള്ളി പോയിക്കണം കേട്ടോ, ആപ്പ കാര്യമായിട്ട് പറയും. കാരണം ഇവന്റെ പൊതി കൂടെ കിട്ടിയിട്ട് വേണം അപ്പച്ചമ്പി കയറ്റി ആവി കയറ്റി വാപ്പാക്ക് അടിക്കാൻ. അതുകൊണ്ട് ഇവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് പള്ളി കയറ്റി വിടുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ 2 ദിവസം കൃത്യമായിട്ട് പറയും, ഇവന്റെ ഒരു പൊതിയും കൂടെ കിട്ടണം. റാഹത്ത്. പൊതി എപ്പോൾ കൊടുക്കും ഉസ്താദെ എന്ന് ചോദിച്ചിരിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. പൊതി നിയ്യത്ത്, അങ്ങനെ ആളുകളുണ്ട്, ആയിക്കോട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നിയ്യത്ത് പോലെ ഇരിക്കും. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരു മനുഷ്യൻ്റെതാകുന്ന പ്രവർത്തനങ്ങളെക്കാൾ അവന്റെ കരുതലിലാണ് ഗുണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല കരുതലുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ
നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് രണ്ട് കാര്യങ്ങൾ. നിഅമത്താനി അളീമത്താൻ മഖബൂലും ഫീഹിമാ കസീറും മിനന്നാസ്. അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്ന വലിയ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് സഹാബ. ഒന്ന് അസ്സിഹത്തു, ആരോഗ്യമുള്ള സമയമാണ്, ആരോഗ്യമുള്ള സമയമാ. വൽ ഫറാഗ്, ഒഴിവുള്ള വേളകളാണെന്നും നബിയുനാ റസൂലുള്ളാഹി. ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ, നിസ്കാരത്തെ ശ്രദ്ധ ചെലുത്തണേ. ഫർള് മാത്രമല്ല, അതിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബുകൾ നിങ്ങൾ ഗൗനിക്കണേ. നിങ്ങൾ ദുഹാ നമസ്കരിക്കാൻ മടി കാണിക്കരുത്. അവ്വാബീൻ എന്ന് പറയുന്ന മഗ്രിബിന് ശേഷമുള്ളതാകുന്ന സുന്നത്തോടൊപ്പം നിങ്ങൾ നിസ്കരിക്കാൻ മടി കാണിക്കരുത്. ഇശാഇന്റെ സുന്നത്തിന് പിറകെ വിത്ർ നമസ്കരിക്കാൻ മടി കാണിക്കരുത്. രാത്രി എഴുന്നേറ്റുകൊണ്ട് അർദ്ധരാത്രിയിൽ ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഉറക്കിൽ എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാരുണ്ടോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് പാപമോചനം തേടിക്കൊണ്ട് നിലകൊള്ളുന്ന മുഅ്മിനീങ്ങൾ ആരുണ്ടോ? രക്ഷയാണ്, രക്ഷയാ. ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങളാണ്. അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്ന അനുഗ്രഹങ്ങളുണ്ട്. അത് 2 എണ്ണമാ. അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യമുള്ള വേളകളാണ്, ഒഴിവുള്ള സമയങ്ങളാണെന്നും നബിയുനാ റസൂലുള്ളാഹി. നല്ല ആരോഗ്യമുള്ള സമയം ഉപയോഗപ്പെടുത്തണം. രണ്ടാമത് ഒഴിവുള്ള ഘട്ടങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ ഞായറാഴ്ച ദിവസമായിരുന്നു ഇന്ന്. എന്താ ഇപ്പൊ ചെയ്തത്? നല്ല പന്ത് കളിച്ച് അതപ്പോ ചെയ്തത്. പിന്നെ കുറച്ചു നേരം പന്ത് കളി കണ്ട്. ഞായറാഴ്ച ദിവസം ഒഴിവുള്ള ദിവസം നമ്മൾ എന്ത് ചെയ്തു? ഒരു ജുസ് ഓതിയവർ ഇന്നത്തെ ദിവസം ഒരു ജുസ് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഇന്നത്തെ സൗദിയാണ്. ഒരു ജുസ് ഇന്നത്തെ ദിവസം ഓതിയവരുണ്ടോ? എല്ലാ ഞായറാഴ്ചകളിലും ഒരു ജുസ് ഞാൻ ഓതും. അങ്ങനെ നിശ്ചയിച്ചവരുണ്ടോ? ഓതിയിട്ടുണ്ടോ? ഓതും. ഒരു ജുസ് ഓതിയാല് ഒരു പൊതി തരും. കാക്കയെ വെടിവെച്ചിട്ട് ഒരു പൊതി തരാന്ന് ആരെങ്കിലും പറഞ്ഞ ഒരു ജുസ് ഓതും. നമുക്ക് അങ്ങനെയാണ്. ഒരു പൊതി കിട്ടിയാൽ മതി. അത് കാക്കയെ വെടിവെച്ച് കിട്ടിയാലും റാഹത്തായിട്ട് ഓതും. കാരണം ഖുർആൻ ഓതിയാൽ കിട്ടുന്ന കൂലി പറഞ്ഞിട്ട് നമ്മൾ ആരും ഓതൂല. എന്തെങ്കിലും പൊതി കിട്ടുകയാണെങ്കിൽ റാഹത്ത്, അത് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് സുന്നിസം തരം താഴ്ന്നു പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത്രത്തോളം ഈമാൻ ബലക്ഷയം സംഭവിച്ചു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധമായ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിന്റെ ആയാത്തുകൾ നിങ്ങൾ സാഗൂതം ശ്രദ്ധ തിരുത്തി കേൾക്കണേ. നിങ്ങൾക്ക് ഉറപ്പായും അല്ലാഹു കരുണ ചൊരിയുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ആഖിറത്തിന്റെ ബലാമുസിബത്തുകളെ തൊട്ട് അല്ലാഹു നിങ്ങളെ കാക്കുകയാണ്, കാവലാണ്, കാവലാണ്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആൻ കേൾക്കുന്നവരെ ദുനിയാവിന്റെ ബലാമുസിബത്തുകളെ തൊട്ട് അല്ലാഹു നിങ്ങൾക്ക് കാവൽ നൽകുമേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ഖുർആൻ കേൾക്കുന്നവർക്ക് ദുനിയാവിന്റെ ബലാമുസിബത്തുകളെ തൊട്ട് കാവൽ. ഖുർആൻ ഓതുന്നവർക്ക് ആഖിറത്തിന്റെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവൽ. അപ്പൊ ഖുർആൻ കേൾക്കണം, ഖുർആൻ ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊണ്ട്, സ്വഹാബിയാണ്, നല്ല ഖാരിആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കേൾക്കുമായിരുന്നു. 4 ഖാരിഈങ്ങളാണല്ലോ ഇസ്ലാമിൽ പ്രമുഖർ. അതിൽപ്പെട്ട വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ കേൾക്കും. അദ്ദേഹം ചോദിക്കും, നബിയെ തങ്ങൾക്കല്ലേ വഖദ് ഉൻസില ഇലൈക്കൽ ഖുർആൻ, തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, ഞാൻ തങ്ങൾക്ക് ഓതി തരുകയോ? നബി തങ്ങൾ പറഞ്ഞു, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഖുർആൻ ഓതിക്കേൾക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു ഇബ്നു മസ്ഊദേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഓതും. സൂറത്തു നിസാ അങ്ങനെ പാരായണം ചെയ്തു. 41-ാമത്തെ ആയത്തെത്തി. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ
بشهيد وجئنا بك على هؤلاء شهيدا. ഓരോ സമുദായത്തെയും വഹിച്ചുകൊണ്ട് അതത് സമുദായത്തിന്റെ നേതാക്കൾ പ്രവാചകന്മാർ നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ ഓ നബിയേ തങ്ങൾ സമുദായത്തെ വഹിച്ചുകൊണ്ട് നാളെ അവരുടെ നേതാവായി മഹ്ശറിലേക്ക് അവരുടെ മുന്നിലൂടെ കടന്നു വരുന്ന രംഗം ഒന്ന് ചിന്തിക്കണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലിയായെത്തിയപ്പോ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് കരയുകയാണ്. നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് സജലങ്ങളായി പുറത്തേക്ക് ഒഴുകുകയാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ടുണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുകയാണ്, മായുബ്കീക യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ കരയുന്നത്? എന്തെങ്കിലും വിഷമമുണ്ടോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു മസ്ഊദ്, ഈ ആയത്ത് എന്നെ വല്ലാതെ കരയിപ്പിച്ചു പോയി. ഇബ്നു മസ്ഊദ്, നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിൽ വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ ലോക ജനതയെ മുഴുവനും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൊണ്ടുവരുമ്പോ അന്ന് എന്റെ സമുദായത്തിന് നേതൃത്വമായി അവരെയും വഹിച്ചുകൊണ്ട് ഞാൻ മഹ്ശറിലേക്ക് വരുന്ന രംഗം എന്റെ മനസ്സ് വല്ലാതെ സ്വാധീനിച്ചു പോയി. മഹാനായ ഇബ്നു മസ്ഊദിനോട് ഹബീബുനാ റസൂലുള്ളാഹി, എന്നാൽ മുസ്ലിമീങ്ങളാകെ നമുക്ക് മഹ്ശറയെ കുറിച്ച് ചിന്തയില്ല. ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിക്കുകയാണ്, ലഹരിയുമായി നിലകൊള്ളുകയാണ്. ആഖിറത്തെ ചിന്തയില്ല, എങ്ങനെയെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കണമെന്നുള്ള ചിന്തയാ. നിസ്കാരമില്ല, നോമ്പില്ല, ലഹരിയുമായി നിലകൊള്ളുന്ന സമൂഹമാണ്. മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്ന കുടുംബങ്ങളാണ്, അവരെ അവഗണിക്കുന്നവരാ, അവരുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്നവരാണ്. സമ്പത്ത് മുഴുവനെ തട്ടിയെടുക്കാൻ പരിശ്രമിക്കുന്നതായ സമുദായമായി ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലയോ? നിസ്കാരമില്ലാത്തവരായി മാറിയില്ലയോ? റമദാൻ കടന്നു വരുമ്പോൾ പോലും വേണ്ട നിലക്കുള്ള ഇബാദത്തില്ലാതെ കേവലം ഭക്ഷണം കഴിക്കാൻ, നോമ്പ് തുറക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമായി ജീവിക്കുന്നവരായി ഈ സമുദായം മാറിയില്ലയോ? നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലയ്ക്കും രക്ഷയുടെ കവചം ഇക്കൂട്ടർക്ക് നൽകുകയേ ഇല്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ച് നൽകിയില്ലയോ? വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണ വരാത്ത സ്ഥലമാണ് മഹ്ശറ. ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ, വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഈ ദുനിയാവിൽ നിനക്ക് ഉറ്റ ചങ്ങാതിയായിരുന്നു, നിന്റെ ചങ്ക് ബ്രോയായിരുന്നു. കാസർഗോഡ് ടൗണിലേക്ക് നിങ്ങൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തിരുന്നത്, മുള്ളേരിയിലേക്ക് പോയിരുന്നത്, അടുത്തുള്ളതാകുന്ന സുള്ളിയിലേക്ക്, മറ്റുള്ളതാകുന്ന സൈറ്റുകളിലേക്ക് യാത്ര തിരിച്ചെന്നത് കൂട്ടുകാരനും ഒന്നിച്ചായിരുന്നു. എല്ലാ തോന്നിവാസങ്ങൾക്കും നിനക്ക് ചുക്കാൻ പിടിച്ചിരുന്ന കൂട്ടുകാരനാ. നിനക്ക് സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചവനാണ്, നിന്നെ കഞ്ചാവ് അടിക്കാൻ പരിശീലിപ്പിച്ചവനാണ്. എങ്ങനെയാണ്, എവിടുന്നാണ്, ഏതൊക്കെ നിലയിലാണ് കുപ്പികൾ കിട്ടുക, എവിടുന്നാണ് കള്ള് സ്വന്തമാക്കാൻ പറ്റുക, ഏത് നിലയിൽ പോയാലാണ് സാധനങ്ങൾ അടിച്ചു മാറ്റാൻ പറ്റുക, ഇതൊക്കെ പഠിപ്പിച്ചു തന്ന കൂട്ടുകാരനാണ്. പക്ഷെ ഒരാളും നിനക്ക് ആഖിറത്തിൽ തുണയില്ല, രക്ഷയില്ല. അല്ലാഹ് പറയുകയാണ്, യുബസ്സറൂനഹും, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തോടുകൂടി ജനങ്ങൾ മുഴുവനെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോ വയൗമ യഖൂമുർ റൂഹ് വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ ഇല്ലാ من أذن له الرحمن وقال
لصوابا ذلك اللوم الحق ذلك اللوم الحق നാളെ യഥാർത്ഥമാകുന്ന ദിവസമാ. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവനല്ലേ, വ്യഭിചരിച്ചുകൊണ്ട് നിലകൊണ്ടവനല്ലേ, അശ്ലീലതയിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണ് നട്ടിരുന്നതാകുന്ന ചെറുപ്പക്കാരനല്ലേ, നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് മഹ്ശറയിലേക്ക് ഇതാ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ദുനിയാവിൽ നിന്നെ എല്ലാ അശ്ലീലതയിലേക്ക് കൊണ്ടുപോയവർ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കാണിച്ചു തരുകയാണ്. യുബസ്സറൂനഹും, അന്ന് നിന്നെ തെറ്റിലേക്ക് കൊണ്ടുപോയിട്ടുള്ള മുഴുവൻ ആളുകളെയും നിന്റെ കൺമുന്നിൽ അല്ലാഹു കാണിച്ചു തരുകയാണ്. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ. കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാ മഹാന്മാരും എല്ലാ നികൃഷ്ടരും മഹ്ശറയിൽ വന്നുകൊണ്ട് നിലകൊള്ളുന്ന വേളയല്ലയോ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി ഓരോരുത്തരെ വിളിക്കുകയാണ്, നിന്നെ നിർത്തുകയാണ്. കാസർഗോഡ് ജില്ലയിലുള്ളവനല്ലേ, മുത്തപ്പാലം യൂണിറ്റിലുള്ള SYSന്റെ പ്രവർത്തകനല്ലേ, SKSSFന്റെ പ്രവർത്തകനല്ലേ, വരിനടാ മഹ്ശറയിലേക്ക് കോർട്ടിലേക്ക് കയറി നിൽക്കടാ. നീ ദുനിയാവിൽ ചെയ്തതാകുന്ന നീചകൃത്യങ്ങളെ അല്ലാഹു നിന്റെ മുന്നിൽ കാണിക്കുകയാണ്. ഏതൊക്കെ നന്മകളാണ് ചെയ്തത്, ഏതൊക്കെ തിന്മകളാണ് നീ ചെയ്തിട്ടുള്ളത്, എല്ലാ നന്മ തിന്മകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. മനുഷ്യ, നീ കണ്ണ് തുറക്കെ കാണുകയാണ്. നിന്റെ തെറ്റുകൾ അധികരിക്കുന്നത് കാണുമ്പോ ഓരോ മനുഷ്യരും അന്ന് വിളിച്ചു പറയും അത്രേ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ. അന്ന് തെറ്റ് ചെയ്ത തമ്മാടികളായ മനുഷ്യർ അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ, ദുനിയാവിൽ ഞാൻ തെറ്റ് ചെയ്തവനാണ്, ഞാൻ കള്ളു കുടിച്ചവനാണ്, ഞാൻ വ്യഭിചരിച്ചവനാണ്, ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടവനാണ്, ഞാൻ ദുനിയാവിൽ സമ്പത്തിന് വേണ്ടി വലിയതാകുന്ന പരിശ്രമം നടത്തിയവനാണ്, ഞാൻ ബന്ധങ്ങളെ വിച്ഛേദിച്ചവനാണ്.